എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കണ്ണൂർ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ഷെഡ്യൂൾ പ്രസിദ്ധീകരിച്ചു. വിദ്യാർത്ഥികൾക്ക് കണ്ണൂർ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങൾക്ക് അതായത് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്ന് പറഞ്ഞു തരാം. അപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങൾക്ക് മുകളിലായിട്ട് ഈ ഒരു അഡ്മിഷൻ FIUGP അഡ്മിഷൻ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം മുകളിലുള്ള ആ ഒരു 3 ലൈൻസ് അല്ല 2 ലൈൻസ് കാണാം. അപ്പോൾ ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് അഡ്മിഷൻ ഷെഡ്യൂൾ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്ത് കാണാൻ പറ്റും. അപ്പോൾ അവിടെ നിങ്ങൾ FIUGP FIIMB ഷെഡ്യൂൾ എന്നുള്ള ആ ഒരു ലിങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു PDF നിങ്ങൾക്ക് ഡൗൺലോഡ് ആക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ആ ഒരു ഫോമിലാണ് കിട്ടുക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ക്രോം ബ്രൗസറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ മുകളിലുള്ള 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം താഴോട്ടുള്ള ഡൗൺലോഡ് ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിലേക്ക് ഇത് ഡൗൺലോഡ് ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഒരു കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷകൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ജൂൺ 17-ാം തീയതി വരെയാണ് അപേക്ഷ സമർപ്പിക്കാൻ പറ്റുക. ഇതിനിടയിലായിട്ട് ജൂൺ 13-നായിട്ടാണ് ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് വരുന്നത്. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് അപേക്ഷയിലെ തെറ്റുകൾ ജൂൺ 18-ാം തീയതി വരെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്ത് മാറ്റാൻ സാധിക്കും. അതായത് ഇപ്പോൾ മുതൽ നിങ്ങൾക്ക് അപേക്ഷയിലെ തെറ്റുകൾ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നത് ജൂൺ 19-ാം തീയതിയാണ്. അതിനുശേഷം ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും സീറ്റ് കൺഫേം ചെയ്യുന്നതിനായിട്ട് അത് സീറ്റ് നഷ്ടപ്പെടാതിരിക്കാനും അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിങ്ങൾ പുറത്താകാതിരിക്കുന്നതിനായിട്ടും നിങ്ങൾ ഫീ പേയ്മെൻറ്റ് ചെയ്യണം. അപ്പോൾ ഏകദേശം ഒരു 1000 രൂപയൊക്കെയാണ് ഫീസ് വരിക. അപ്പോൾ അത് നിങ്ങൾ ജൂൺ 24-ാം തീയതി വരെ, അതായത് ജൂൺ 19-ന് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നീട് ജൂൺ 24-ാം തീയതിക്കുള്ളിൽ നിങ്ങൾ ആ ഒരു ഫീ പേയ്മെൻറ്റ് ഓൺലൈനായിട്ട് അടക്കണം. അതുപോലെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെന്ന് പരിശോധിക്കുന്നതിനായിട്ട് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അതിനുശേഷം താഴെയായിട്ട് ഫീ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കാണാം. അതുവഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് നിങ്ങളുടെ ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ്, UPI ഇവയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഫീ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. ഫീ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റെസിപ്റ്റ് കൃത്യമായിട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് എടുക്കാനും ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്നത് ഈ ഒരു ജൂൺ 25-ാം തീയതിയാണ്. അതിനുശേഷം സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ആദ്യമായിട്ടാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചത്. നിങ്ങൾ മുമ്പ് ഫീ പേയ്മെൻ്റ് ഒന്നും ചെയ്യാത്ത ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ 26-ാം തീയതി മുതൽ 27-ാം തീയതി വരെ ഫീ പേയ്മെൻറ്റ് ചെയ്യണം. അതിനുശേഷം അതുവരെ സെക്കൻഡ് അലോട്ട്മെൻറ്റ്, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് എന്നിങ്ങനെയുള്ള അലോട്ട്മെൻറ്റുകളിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികളുണ്ടാവും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിച്ച് നിങ്ങൾക്ക് മറ്റ് ഓപ്ഷനുകളൊന്നും ആവശ്യമില്ലെങ്കിൽ അത് നിങ്ങൾ റിമൂവ് ചെയ്ത് കൊടുക്കാനും ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷം റിമൂവ് ചെയ്ത് കൊടുക്കാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇങ്ങനെ നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്ന ശേഷം നിങ്ങൾക്ക് കോളേജുകളിൽ അഡ്മിഷൻ നേടാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അഡ്മിഷനായിട്ട് ഓരോ വിഭാഗത്തിനും നിശ്ചിത ദിവസമാണ് കൊടുത്തിട്ടുള്ളത്. BSc കോഴ്സ് അല്ലെങ്കിൽ BCA കോഴ്സുകളിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയതെങ്കിൽ ജൂൺ 27 മുതൽ ജൂൺ 28 വരെയും, BCom ആണെങ്കിൽ ജൂൺ 30 മുതൽ ജൂൺ 30-ാം തീയതി മുതൽ ജൂലൈ 1-ാം തീയതി വരെയും, BA ലാംഗ്വേജസ് ആണെങ്കിൽ ജൂലൈ 2 മുതൽ ജൂലൈ 4-ാം തീയതി വരെയും, BA നോൺ ലാംഗ്വേജ് BSW കോഴ്സ് ആണെങ്കിലും ഈ ഒരു രീതിയിൽ ജൂലൈ 2 മുതൽ ജൂലൈ 4-ാം തീയതി വരെയാണ് അഡ്മിഷൻ ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ക്ലാസ്സുകൾ ആരംഭിക്കുന്നത് ജൂലൈ 1-ാം തീയതിയാണ് ക്ലാസ്സുകൾ ആരംഭിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് അപേക്ഷയിലെ തെറ്റുകൾ നിങ്ങൾക്ക് തിരുത്താനും പുതിയ അപേക്ഷ സമർപ്പിക്കുന്നതിനും ജൂലൈ 5 മുതൽ ജൂലൈ 8-ാം തീയതി വരെയും, പിന്നീട് തേർഡ് അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് വരുന്നത് ജൂലൈ 14-ാം തീയതിയും, പിന്നീട് ആ ഒരു തേർഡ് അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഫീ പേയ്മെൻറ്റ് ചെയ്യാനും അതിനുശേഷം അഡ്മിഷൻ നേടാനുമുള്ള അവസരം ജൂലൈ 15 മുതൽ ജൂലൈ 15 വരെയുമാണ്. അതിനുശേഷം വീണ്ടും SC ST PWD വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് ഫ്രഷ് ആപ്ലിക്കേഷൻ, അതായത് പുതുതായിട്ടുള്ള അപേക്ഷ സമർപ്പിക്കാനുള്ള ഒരു അവസരം ഉണ്ടാവും. അപ്പോൾ ആ ഒരു സമയം നിങ്ങൾക്ക് ജൂലൈ 18 മുതൽ ജൂലൈ 19 വരെയും, അതിനുശേഷം അവർക്കുള്ള ആ ഒരു സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് വരുന്നത് ജൂലൈ 21-നുമാണ്. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് പ്രകാരം അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ജൂലൈ 22 മുതൽ ജൂലൈ 23 വരെ നിങ്ങൾക്ക് അഡ്മിഷൻ നേടാവുന്നതും, പിന്നീട് വിദ്യാർത്ഥികൾക്ക് വീണ്ടും അപേക്ഷ സമർപ്പിക്കുന്നതിനായിട്ടുള്ള അവസരം എന്ന് പറയുന്നത്, അതായത് SC ST വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് ഗവൺമെൻറ് അതുപോലെ എയ്ഡഡ് കോളേജുകളിലേക്ക് നിങ്ങൾക്ക് സ്പോട്ട് അഡ്മിഷനായിട്ടുള്ള അപേക്ഷ സമർപ്പിക്കാനും, അതുപോലെ തന്നെ എല്ലാവിധ കാറ്റഗറിയിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾക്കും അപേക്ഷ സമർപ്പിക്കാനുമുള്ള അവസരം ജൂലൈ 25 മുതൽ ജൂലൈ 26-ാം തീയതി വരെയുമാണ്. അതുപോലെ തന്നെ എല്ലാ കാറ്റഗറികളിലേക്കുമുള്ള വിദ്യാർത്ഥികൾക്ക് കോളേജ് ലെവൽ സ്പോട്ട് അഡ്മിഷൻ നടക്കുന്നത് 29-ാം തീയതിയാണ്. അത് ജൂലൈ 29-ാം തീയതി വരെയാണ്. അതുപോലെ തന്നെ കോളേജ് ലെവൽ സ്പോട്ട് അഡ്മിഷന് വീണ്ടും ആപ്ലിക്കേഷൻ സമർപ്പിക്കാനുള്ള അവസരമുണ്ടാകും. അത് സെൽഫ് ഫിനാൻസ് കോളേജുകളിലെ സീറ്റുകളിലേക്കാണ് ഈ ഒരു അലോട്ട്മെൻറ്റ് നടത്തുക. ആദ്യം പറഞ്ഞിട്ടുള്ളത് ഗവൺമെൻറ് എയ്ഡഡ് കോളേജിലെ സ്പോട്ട് അലോട്ട്മെൻ്റ് ആണ്. രണ്ടാമത്തേതാണ് സെൽഫ് ഫിനാൻസ് കോളേജുകളിലേത് വരുന്നത്. സെൽഫ് ഫിനാൻസ് കോളേജുകളിൽ ജൂലൈ 28 മുതൽ 29 വരെയാണ് അതായത് കോളേജ് ലെവൽ സ്പോട്ട് അലോട്ട്മെൻറ്റ് അഡ്മിഷൻ നടക്കുന്നത്. അതുപോലെ തന്നെ കോളേജ് ലെവൽ സ്പോട്ട് അഡ്മിഷൻ നടക്കുന്നത് അതായത് SC ST വിദ്യാർത്ഥികൾ ഉൾപ്പെടെ എല്ലാ വിഭാഗം കാറ്റഗറി ഉൾപ്പെട്ട വിദ്യാർത്ഥികൾക്കും ഗവൺമെൻറ് എയ്ഡഡ് കോളേജുകളിലേക്ക്, പിന്നീട് വീണ്ടും സ്പോട്ട് അലോട്ട്മെൻറ്റ് നടക്കുന്നത്
ജൂലൈ 30 മുതൽ ജൂലൈ 31 വരെയാണ്. അപ്പോൾ ഈ ഒരു അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്നത് ഈ ഒരു ഓഗസ്റ്റ് 22 തീയതി വരെയാണ്. അതിനുശേഷം നിങ്ങൾക്ക് പിന്നീട് യൂണിവേഴ്സിറ്റിയുടെ കോഴ്സ് രജിസ്ട്രേഷൻ നടക്കുക ഈ ഒരു ഓഗസ്റ്റ് 31 തീയതി വരെയാണ്. ഈ ഒരു സ്പോട്ട് അലോട്ട്മെൻറ്റ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആദ്യം ഉള്ളത് ഗവൺമെൻറ് അതുപോലെ എയ്ഡഡ് കോളേജുകളിലെ സ്പോട്ട് അഡ്മിഷനാണ്. ഈ സ്പോട്ട് അഡ്മിഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഓൺലൈനായിട്ട് രജിസ്ട്രേഷൻ ചെയ്യുകയും അതിനുശേഷം 25 തീയതി മുതൽ അതായത് 25 തീയതിക്കും 24 തീയതി വരെയൊക്കെ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസരം കിട്ടും. അപ്പോൾ അതിനുശേഷം 25, 26 തീയതികളിലായിട്ട് നിങ്ങൾക്ക് ഇന്ന ദിവസം ഇന്ന സമയത്തിനുള്ളിൽ നിങ്ങൾ ഇന്ന കോളേജ് നിങ്ങൾ ഏത് കോളേജിലാണ് നിങ്ങൾ ഈ സ്പോട്ട് അലോട്ട്മെൻറ്റ് വഴി അഡ്മിഷൻ നേടാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു കോളേജിൽ ഇന്ന സമയത്തിനുള്ളിൽ അതായത് രാവിലെ ഉച്ചയ്ക്ക് 12 മണിക്കുള്ളിൽ എത്തണം എന്നൊക്കെ പറയും. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ട കോളേജിൽ പോവുക. അതായത് പോകുന്ന സമയത്തിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യം ഓൺലൈനായിട്ട് അപേക്ഷ കൊടുക്കണം. ആ ഒരു ഏത് കോളേജിലേക്കാണോ അഡ്മിഷൻ വേണ്ടത് ആ ഒരു കോളേജ് കൊടുക്കണം. നിങ്ങൾക്ക് ഒന്നിലധികം കോളേജ് കൊടുക്കാമെങ്കിലും നിങ്ങൾക്ക് ഒന്നിലധികം കോളേജ് കൊടുക്കുന്ന സാഹചര്യത്തിൽ നിങ്ങൾ ഒരു കോളേജിൽ നിങ്ങൾ നേരിട്ട് പോവുക. ഒരു കോളേജിൽ നിങ്ങളുടെ പാരൻസിനെയൊക്കെ നിങ്ങൾക്ക് അയച്ചുകൊണ്ട് ഈ ഒരു സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എവിടെയാണ് ആദ്യം അലോട്ട്മെൻറ്റ് കിട്ടിയത് അവിടെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. നിങ്ങളുടെ പാരൻസ് പോയ സ്കൂളിലാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് ആ ഒരു ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഹാജരാക്കുന്നതിനും കാര്യങ്ങളൊക്കെ സമയം നിങ്ങൾക്ക് അനുവദിക്കുന്നതാണ്. അതുപോലെ നിങ്ങളുടെ പാരൻസ് പോകുന്ന സമയത്ത് നിങ്ങളുടെ പാരൻസ് ഈ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാനായിട്ട് അത് സ്പോട്ട് അലോട്ട്മെൻറ്റുകളിൽ പങ്കെടുക്കാനായിട്ട് പോകുന്ന സമയത്ത് നിങ്ങളുടെ ഒരു അഫിഡവിറ്റ് അല്ല നിങ്ങളുടെ ഓതറൈസേഷൻ ലെറ്റർ നിങ്ങൾ നൽകേണ്ടതായിട്ട് വരും. അതായത് ഈ ഒരു അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് പകരം നിങ്ങളുടെ പാരൻസ് പങ്കെടുക്കുന്നതിനായിട്ട് നിങ്ങൾക്ക് സമ്മതമാണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ നൽകുന്ന ഒരു ലെറ്റർ നിങ്ങൾ പാരൻസിൻ്റെ കൈവശം കൊടുത്ത് അയക്കേണ്ടതായിട്ടുമുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് അതിൽ അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ വിശദ വിവരങ്ങൾ അതത് അലോട്ട്മെൻറ്റുകൾ സമയത്ത് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.